മകളെ, അപ്പൊ നിങ്ങൾ ഇത്രയും നാളും പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തിരുന്നത് നിങ്ങളുടെ +1 റിസൾട്ട് എന്നാണെന്ന് അറിയാനായിട്ടാണ് അല്ലേ? SSLCയുടെ റിസൾട്ട് വന്നപ്പോഴായിക്കോട്ടെ, +2ന്റെ റിസൾട്ട് വന്നപ്പോഴായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്നാണ് ഞങ്ങളുടെ +1 റിസൾട്ട് വരിക എന്നുള്ളത്. അങ്ങനെ ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ. നിങ്ങളുടെ +1 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 2ാണ് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത്. കറക്റ്റ് അല്ലേ? യെസ് ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം ജൂൺ 3-ാം തീയതി കൃത്യം 1 മണിക്ക് 1 PM നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് അറിയുക. മഴയൊന്നും ഇല്ലെങ്കിൽ സ്കൂളിലിരുന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ വീട്ടിലിരുന്നായിരിക്കും അറിയുക. ഓക്കെ, അപ്പോൾ +2 +2 ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴായിരിക്കും +1ന്റെ റിസൾട്ട് നിങ്ങൾ അറിയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു വെരി ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ ഡൗൺ ആയി പോവരുത്, ഒരിക്കലും ഡൗൺ ആയി പോകരുത്. കാരണം എന്താ, നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്, ആൻഡ് നമ്മുടെ ഏറ്റവും വലിയ ഒരു എക്സാം ഉണ്ട്, എന്താ +2 എക്സാം അവിടെ ഉണ്ട്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്താ ട്രൈ ചെയ്തിട്ടുണ്ട്, എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും +1 എക്സാമിന്റെ റിസൾട്ട് വരുന്ന എല്ലാവർക്കും മിസ് ഒരു വെരി ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അപ്പോൾ ടാറ്റാ, ബൈ.